ഏത് പാമ്പിന് മുന്നിലും പത്തിമടക്കാത്ത മാങ്ങാട് അരമങ്ങാനത്തെ മുഹമ്മദ് നാട്ടുകാർക്കെന്ന പോലെ അന്യദേശക്കാർക്കും രക്ഷകനാകുന്നു. പെരുന്നാൾ തിരക്കിനിടയിലും താൻ അടുത്ത കാലത്ത് പിടികൂടിയ ഉഗ്രവിഷമുള്ള മൂർഖൻ പാമ്പുകളെ പരിചരിക്കാൻ മുഹമ്മദ് സമയം കണ്ടെത്തി. പെരുന്നാളിൻ്റെ ആരവങ്ങൾക്കിടയിലും തൻ്റെ കളിക്കൂട്ടുകാരെ മറന്നുള്ളൊരു ജീവിതം മുഹമ്മദിനില്ല. അടുത്ത നാളുകളിലായി താൻ വിവിധ ദേശങ്ങളിൽ നിന്നും പിടികൂടിയ മൂർഖൻ പാമ്പുകളെയും പെരുമ്പാമ്പുകളെയും പരിചരിക്കാൻ മുഹമ്മദ് ഈ ചെറിയ പെരുന്നാൾ ദിനത്തിലും സമയം കണ്ടെത്തി. പല വലിപ്പത്തിലുള്ള 7ഓളം മൂർഖൻ പാമ്പുകളാണ് ഇപ്പോൾ മാങ്ങാട് അരമങ്ങാനത്തെ മുഹമ്മദിൻ്റെ വീട്ടിലുള്ളത്. കഴിഞ്ഞ 25 വർഷത്തിലധികമായി പാമ്പുപിടുത്തം തൊഴിലാക്കി നടക്കുന്ന മുഹമ്മദ് നാട്ടുകാർക്കെന്ന പോലെ ജില്ലയ്ക്ക് പുറത്തുള്ളവർക്കും രക്ഷകനായി മാറുന്നു. മുന്നിലുള്ളത് എത്ര വലിയ വീര്യം കൂടിയ പാമ്പാണെങ്കിലും അവയെല്ലാം നിമിഷനേരം കൊണ്ട് മുഹമ്മദിന് മുന്നിൽ പത്തിമടക്കും. ഫോറസ്റ്റ് വകുപ്പിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ വാച്ചർ ജോലി ചെയ്തു വരുന്ന മുഹമ്മദ് വനപാലകർക്കും പലപ്പോഴും രക്ഷകൻ തന്നെ. പല ദുർഘടം പിടിച്ച മേഖലകളിൽ നിന്നും മരപ്പട്ടിയെയും കടന്നൽ കൂടുകളെയും മറ്റും ഒഴിവാക്കാനും മുഹമ്മദ് അഗ്രഗണ്യനാണ്. 14 വയസ്സിൽ തുടങ്ങിയ പാമ്പുപിടുത്തത്തിനിടയിൽ ഒരു തവണ പോലും അപകടം ഉണ്ടായിട്ടില്ലെന്ന് മുഹമ്മദ് പറയുന്നു. തന്റെ കൊച്ചാപ്പയുടെ പാത പിന്തുടർന്നാണ് മുഹമ്മദ് ഈ സാഹസിക ജോലിയിലേക്ക് എത്തിയത്. ആദ്യം ഒരു കൗതുകമായിരുന്നെങ്കിലും ഇപ്പോൾ ഇത് തന്റെ ജീവിതമാർഗം കൂടിയാണെന്ന് മുഹമ്മദ് അഭിമാനത്തോടെ പറയുന്നു. 9 വർഷത്തിന് ഇങ്ങനെ പിടിച്ചിരുന്നായിരുന്നു, ഇങ്ങനെ ചെറുപ്പത്തിലുണ്ടാവും. ഇപ്പോൾ ഒരു ജോലിയായിട്ട് മാറി. പിന്നെ ഇങ്ങനെ ആഴ്ചയിൽ ഇങ്ങനെ 5 കിട്ടും. പിന്നെ അവർ ഇങ്ങനെ പിടിക്കുന്ന അവർ 2-3 ദിവസം 4 ദിവസം വെക്കുക. മിസ്സിനെ കാട്ടിൽ കൊണ്ടുപോയിട്ട് ഫോറസ്റ്റ് കാട്ടിൽ വിടും, പാമ്പെല്ലാം വിടും, ഒന്നിച്ചിട്ട് കൊണ്ടുപോകും. ഹോട്ടലിൽ കൊണ്ടുപോയിട്ട് ഒന്നിച്ചിട്ട് കാട്ടിൽ വിടലാണ്. ഫോറസ്റ്റിൽ പിന്നെ പെർമനൻ്റ് ഒന്നുമല്ല. ഫോറസ്റ്റിൽ ചിലപ്പോൾ കിട്ടിയില്ല എന്ന് പറയാം, അതൊന്നും സ്ഥിരമൊന്നുമല്ല. അപ്പോൾ ഇങ്ങനെ ആൾക്കാർ തന്നിട്ട് ഇങ്ങനെ ജീവിതം പോകുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഒരു 5-6 മൂർഖനുണ്ട്, 2 പെരുമ്പാമ്പുണ്ട്. ഇപ്പോൾ ഒന്നിച്ചിട്ട് കൊണ്ടുപോയിട്ട് നമ്മൾ വിടലാണ്. ഓരോന്ന് കൊണ്ടുവന്നേക്കുന്ന ഓട്ടോറിക്ഷൻ്റെ കൂലി നമുക്ക് എൻ്റെ കയ്യിൽ നിന്ന് പോകുന്നതാണ്. അതുകൊണ്ട് ഒന്നിച്ച് കൊണ്ടുപോയിട്ട് വിടല്. ഓരോന്ന് കൊണ്ടുവന്നേക്ക് കുറേ ഫോറസ്റ്റിൽ കൊണ്ടുവിടുമ്പോൾ നഷ്ടം വരുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒന്നിച്ച് കൊണ്ടിട്ട് വിടല്. ഓരോന്ന് കൊണ്ടുപോയിട്ട് വിടാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെ ഞാൻ ചെയ്യുന്നത്. കർണാടകയിൽ നിന്നുൾപ്പെടെയായി 2000-ലധികം പാമ്പുകളെ പിടികൂടിയിട്ടുള്ള മുഹമ്മദിന് പ്രതിഫലം നൽകാതെ പറ്റിക്കുന്നവരും ധാരാളം. എങ്കിലും രക്ഷ തേടി ഏതു കോണിൽ നിന്നും വിളിവന്നാൽ പോകാതിരിക്കാൻ മുഹമ്മദിനാകില്ല. ചോദിക്കുന്നവരോട് അത് തൻ്റെ നിയോഗമായിരിക്കാം എന്ന ഒറ്റ മറുപടിയെ മനസ്സിൽ ഒരു തരി പോലും വിഷമില്ലാത്ത ഈ മനുഷ്യസ്നേഹി പറയാറുള്ളൂ. ന്യൂസ് ബ്യൂറോ, ഉദുമ.